ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ RSS BJP അക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര ടൗണിൽ പ്രതിഷേധം നടത്തി. കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KP ഷാജി അധ്യക്ഷത വഹിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിൽ പ്രിയപ്പെട്ട കന്യാസ്ത്രീകളെ അവർ റെയിൽവേ സ്റ്റേഷനിൽ സ്ത്രീകളുമൊത്ത് പോകുമ്പോൾ RSSന്റെ ആളുകൾ അവർ മതം മാറ്റത്തിന് വേണ്ടിയാണ് ഈ ആളുകളെ, ഈ സ്ത്രീകളെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരാക്രമിക്കുകയും അതിനടിസ്ഥാനത്തിൽ അവർ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കി, കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമുക്കറിയാം, ഈ രാജ്യത്ത് ജനാധിപത്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം ഈ രാജ്യത്തിന് നേരിടുന്ന സ്വാതന്ത്ര്യമൊക്കെ ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. DCC ജനറൽ സെക്രട്ടറി TN കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. സൂചിപ്പിച്ചതുപോലെ ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് അവിടെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളെ അവർ മനുഷ്യക്കടത്ത് ആരോപിച്ചും മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരുന്ന കന്യാസ്ത്രീകളെ, മലയാളികളായ 3 കന്യാസ്ത്രീകളെ RSSന്റെ ഭീകരരൂപമായിട്ടുള്ള ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തകർ അവരെ ഏകോപദ്രവം ഏൽപ്പിക്കുകയും അവർ മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കയ്യേറ്റം ചെയ്യുകയും അതിൽ ഛത്തീസ്ഗഡിലെ പോലീസ് കേസെടുത്തുകൊണ്ട് TA രാധാകൃഷ്ണൻ, സന്തോഷ് ചെറിയാൻ, വിനോദ് പന്തലാടി, ശ്രീകുമാർ, PC മണികണ്ഠൻ, K രാധാകൃഷ്ണൻ, സുദേവൻ പള്ളത്ത്, TA കേശവൻകുട്ടി, MK അബ്ദുറഹ്മാൻ, പ്രദീപ് നമ്പ്യാത്ത്, KA സൈദാലി, T ഗിരിജൻ, KK സത്യൻ എന്നിവർ പങ്കെടുത്തു. 3 കന്യാസ്ത്രീകളെയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളെയും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് RSS എന്ന സംഘടനയുടെ, തീവ്രവാദ സംഘടനയുടെ ഗുണ്ടാ സംഘമായ ബജ്രംഗ് ദൾ, ആ സംഘടനയുടെ പ്രവർത്തകരെന്ന് പറയുന്നവർ ഈ കന്യാസ്ത്രീകളെയും സ്ത്രീകളെയും തടഞ്ഞു വെച്ച് അവർ മതം മാറ്റം നടത്തുകയാണ്, അവർ മനുഷ്യക്കടത്തിന് കൂട്ടുനിൽക്കുകയാണ് എന്ന് പറഞ്ഞ് അവരെ ആക്രമിക്കുകയും അവർക്കെതിരെ കള്ളക്കേസിൽ കുടുക്കി അവരെ ജയിലിലടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്. ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്തുടനീളം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ദളിത് വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ഈ RSS BJP ബജ്രംഗ് ദൾ ഈ സംഘടനകളുടെ ഈ ഭരണത്തിന് കീഴിൽ ഈ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ന് നിലവിലില്ല. ഇത്തരം സാഹചര്യങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ ഇത്തരം ദുർഭരണങ്ങൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ സമര പരമ്പരകൾ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് ഡെസ്ക് CCV.